ഹായ്. സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ മനസ്സിനെ ശക്തമായി തയ്യാറാക്കാം. സ്വപ്നം മാത്രം പോരാ, പിന്നെ എന്തു വേണം? വ്യക്തമായ ലക്ഷ്യം വേണം. ആ സ്വപ്നങ്ങൾ നിങ്ങൾ കീഴടക്കണം. അല്ലാതെ നിങ്ങൾ വെറും സ്വപ്നജീവി മാത്രമാകും. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ജീവിതത്തിൽ ആദ്യമായി കൊണ്ടുവരേണ്ട അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് സെൽഫ് ഡിസിപ്ലിൻ അഥവാ സ്വയം അച്ചടക്കം. സ്വയം അച്ചടക്കം എന്നത് ഓരോരുത്തരുടെയും ലൈഫിൻ്റെ ഫൗണ്ടേഷൻ. അടിത്തറ കെട്ടുറപ്പുള്ളതും ഫലവത്തായതും ആയാൽ മാത്രമാണ് ബിൽഡിംഗ് സ്ഥായിയായി നിലനിൽക്കുക. അതുപോലെ തന്നെയാണ് മനുഷ്യനും. അടിത്തറ കെട്ടുറപ്പുള്ളതാക്കാൻ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. 1. നോ യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് സ്വയം അറിയുക. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം. നിങ്ങൾ എന്താണ്, എവിടാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ ഏതാണ് എന്നൊക്കെ. അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. ഉദാഹരണത്തിന്, വളരെ പാവപ്പെട്ട ഒരു വ്യക്തി ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഷോപ്പിംഗ് മാളോ ജ്വല്ലറിയോ ആയാൽ അയാൾക്കത് ചെയ്യാൻ കഴിയില്ല. പകരം ഒരു ചെറിയ തട്ടുകടയോ പച്ചക്കറി കടയോ തുടങ്ങിയാൽ അയാൾക്കത് സ്മൂത്തായിട്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ടാണ് അവനവനെക്കുറിച്ച് സ്വയം അറിയുക എന്നത് സെൽഫ് ഡിസിപ്ലിനിലെ 1ാമത്തെ കാര്യമായത്. സ്വയം അച്ചടക്കത്തിലെ 2ാമത്തെ കാര്യമാണ് അവോയ്ഡ് ടെംപ്റ്റേഷൻ, പ്രലോഭനങ്ങൾ ഒഴിവാക്കുക എന്നത്. നിങ്ങൾ ഒരു കാര്യത്തിന് ഒരുങ്ങുമ്പോൾ വലിയ വലിയ പ്രലോഭനങ്ങൾ നൽകാൻ ചുറ്റും ആൾക്കാർ കാണും. ഉദാഹരണത്തിന്, 15 ലക്ഷം കയ്യിലുള്ള ഒരാൾ തൻ്റെ 4 സെൻറ് സ്ഥലത്ത് ഒരു ചെറിയ വീട് വയ്ക്കാൻ ഒരുങ്ങി. അപ്പോൾ അയാളുടെ അയൽക്കാരൻ വന്ന് പറയുകയാണ്, ഹേയ്, നീ വീടിന് തറ കെട്ടുന്നതിന് മുമ്പ് നിന്റെ ഈ 4 സെൻറ് ഭൂമി 2 ആൾ പൊക്കത്തിൽ വലിയൊരു മതിൽ കെട്ടി സുരക്ഷിതമാക്കൂ എന്ന്. അത് കേട്ട് മതിൽ കെട്ടാനും ഗേറ്റ് വെക്കാനും നിന്നാൽ കയ്യിലിരുന്ന ക്യാഷിൻ്റെ നല്ലൊരു ഭാഗം തീരുമാനമാകും. വിചാരിച്ചതുപോലെ വീടുപണി തീർക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് സ്വയം അറിഞ്ഞ് പ്രലോഭനങ്ങളിൽ വീഴാതെ മാറി നിൽക്കൽ സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമായി മാറിയത്. ഇനി 3ാമത്തെ കാര്യം നോക്കാം. അതാണ് ഫിക്സ് യുവർ ഗോൾ. നിങ്ങളുടെ ലക്ഷ്യം ഉറപ്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നും ഏതാണെന്നും കണ്ട ശേഷം എന്തു പ്രശ്നം വന്നാലും മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ വെക്കുക. ഉദാഹരണത്തിന്, വലിയതായ രീതിയിലുള്ള ഒരു ഡ്രസ് ബിസിനസ് ആണ് നിങ്ങളുടെ ഗോൾ എങ്കിൽ ആദ്യം നിങ്ങൾ ചെറിയ രീതിയിലുള്ള തുണിഷാപ്പുകളിൽ പണിക്ക് കയറി പതിയെ ചെറിയ ഷോപ്പ് സ്വയം ഇട്ട് അതിനെക്കുറിച്ച് പഠിച്ചറിഞ്ഞ് മാത്രം വലിയ വലിയ സ്റ്റെപ്പുകൾ വെക്കുക. അതായത് കാലങ്ങളിലെ ട്രെൻഡ് നോക്കി, മാർക്കറ്റ് നോക്കി അഗ്രഗണ്യനായി ബിസിനസ് ചെയ്യുക. വിജയം കൈപ്പിടിയിൽ ഒതുങ്ങും. ഇനി സെൽഫ് ഡിസിപ്ലിനിലെ 4ാമത്തെ കാര്യമാണ് പ്രാക്ടീസ് ഡെയിലി. സെൽഫ് ഡിസിപ്ലിനിലെ 3ാമത്തെയും 4ാമത്തെയും ഘടകങ്ങൾ തമ്മിൽ വളരെ കോമൺ ആയ ഒരു കണക്ഷനുണ്ട്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എല്ലാ ദിവസവും കുറച്ചു സമയം നിങ്ങൾ മാറ്റിവെക്കണം. ഡെയിലി ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെച്ച് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. ഇനി 5ാമത്തെ കാര്യം, ഫോർഗീവ് യുവർ സെൽഫ്. സ്വയം പൊറുക്കുക. നിങ്ങൾ സ്വയം അറിഞ്ഞ് ഒരു ലക്ഷ്യം വെച്ച് ഒരു പ്രലോഭനങ്ങളിലും വീഴാതെ ഡെയിലി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഉടൻ തന്നെ മൈൻഡ് ഡൗൺ ആയി എൻ്റെ പ്രശ്നങ്ങൾ അതാണ് ഇതാണ്, ഒരു കാര്യം ചെയ്താലും ഗുണം പിടിക്കില്ല, നശിപ്പിക്കാനായിട്ട് ഉണ്ടായവൻ എന്നൊക്കെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്താതെ ഇരിക്കുക. നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പുറത്തു കൊടുക്കുക. ഇനി ഒരിക്കലും ആ തെറ്റ് നിങ്ങളുടെ ലൈഫിൽ വരില്ല എന്ന് ഉറപ്പിക്കുക. നിങ്ങൾ വെറും സ്വപ്നജീവി മാത്രമല്ലാതിരിക്കാൻ നോ യുവർ സെൽഫ്, അവോയ്ഡ് ടെംപ്റ്റേഷൻ, ഫിക്സ് യുവർ ഗോൾ, പ്രാക്ടീസ് ഡെയിലി, ഫോർഗീവ് യുവർ സെൽഫ്. ബൈ മോട്ടിവേഷൻ മലയാളം.